الحمد لله الأحد الغفار والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. حجبت النار بالشهوات وحجبت الجنة بالمكاره أو كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه واتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر اللاسين كلي غافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أحمدي العاشددي مسيدي سددي
عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها حرا وباء الحاتما المصطفى والمرتضى وابناهما والفاطمة. പ്രിയമുള്ള സയ്യിദന്മാരെ, ഉസ്താദുമാരെ, KMCCയുടെയും ഈ നാടിൻ്റെ പൊതുപ്രവർത്തന മേഖലയിലെയും സാമുദായിക നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിൽ നിംഹാൻസ് ആശുപത്രിക്ക് സമീപം തുടങ്ങാൻ പോകുന്ന വലിയ പദ്ധതികളും പരിപാടികളും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ആ സംഘാടകരുമായി ഹോസ്പിറ്റലും മറ്റുമൊക്കെ സന്ദർശനം നടത്തിയപ്പോൾ ഒരു ആതുര സേവന രംഗത്ത് കാണാൻ കഴിയാത്ത നന്മകൾ തിങ്ങി നിറഞ്ഞതായി അനുഭവപ്പെട്ടപ്പോൾ ആരോരുമില്ലാത്ത മക്കൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരായി സ്വന്തം കുടുംബത്തിന്റെ കഷ്ടതകളും കണ്ണുനീരുകളും പോലും മറന്നുകൊണ്ട് ആ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വാരി വെച്ചു കൊടുക്കുന്ന ഒരു നബിദിനം അള്ളാഹുവിന്റെ അടിമകളെ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാണക്കാട് കുടുംബത്തിന്റെ പ്രകാശം ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകർക്ക് ഇനിയും ഒരു ആവേശവും ഉന്മേഷവും ഉണ്ടാകാൻ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ ഗീതം ഇന്ന് വൈകുന്നേരം ഞാൻ റൂമിലിരുന്ന് എഴുതി അത് ഇൻഷാ അല്ലാഹ് ഒന്ന് ആലപിച്ച്, ഒരു സന്തോഷത്തിന് വേണ്ടി ആലപിച്ച്, യുവാക്കൾ അവരുടെ ജീവിതം, അവരുടെ ജീവിത വിശുദ്ധി അതെങ്ങനെയാക്കണം, എങ്ങനെ ആയിരിക്കണം, അതിനെന്താണ് വഴി എന്നൊക്കെ ചർച്ച ചെയ്യുന്ന വിശാലമായ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിന്റെ ഖബൂലിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുണമേറെ ചൊരിഞ്ഞുള്ള പാണക്കാടിൻ പ്രഭ ഗഗന വിശാലതയിലേകിയേ മണമേറെ നിറഞ്ഞുള്ള പാലകന്റെ ശോഭ ഗുരുമുത്ത് ശിഹാബോരെ ഓർക്കുന്നേ. ഗുണമേറെ ചൊരിഞ്ഞുള്ള പാണക്കാടിൻ പ്രഭ ഗഗന വിശാലതയിലേകിയേ മണമേറെ നിറഞ്ഞുള്ള പാലകന്റെ ശോഭ ഗുരുമുത്ത് ശിഹാബോരെ ഓർക്കുന്നേ. അവർ തിരി തെളിച്ചുള്ള മാനുഷിക മൂല്യങ്ങൾ തിരു കൈകൾ നിറച്ചുള്ള സഹനത്തിൻ പുഷ്പങ്ങൾ
ചിതറാതെ വിടർത്തുവാൻ കരുത്തുറ്റ കരങ്ങൾ തളരുകയില്ല, പിളരുകയില്ല. ഈ വഴി മാറി പിരിയുകയില്ല, തളരുകയില്ല, പിളരുകയില്ല. ഈ വഴി മാറി പിരിയുകയില്ല. ആതുര സേവനമാനന്ദമാകുന്നേ, KMCC ആഖിറ ജീവിതം ഭാവനമാക്കുന്നേ. എന്നും വീശി സ്നേഹത്തിന്റെ തെന്നലെ, മോഹത്തിന്റെ മിന്നലെ. കയ്യും നെയ്യും ഒന്നല്ലേ, ജയം എന്നും സ്വത്തല്ലേ. ഗുണമേറെ ചൊരിഞ്ഞുള്ള പാണക്കാടിൻ പ്രഭ ഗഗന വിശാലതയിലേകിയേ. മണമേറെ നിറഞ്ഞുള്ള പാലകന്റെ ശോഭ ഗുരുമുത്ത് ശിഹാബോരുമോർക്കുന്നേ. നിറം മങ്ങി ജീവിക്കുന്ന തളർന്നുള്ള മനസ്സായി നിറച്ചാർത്ത് പകരുവാൻ KMCC മുന്നിലായി. നിറകൂടം തുളുമ്പാത്ത പാണക്കാടിനോർമ്മയായി. കരയരുതെന്നും തളരരുതെന്നും കരുത്തു പകരുവാൻ അണിനിരന്നെന്നും. കരയരുതെന്നും തളരരുതെന്നും കരുത്തു പകരുവാൻ അണിനിരന്നെന്നും. ബുദ്ധിയും മോദവുമില്ല പൈതങ്ങൾ നോവറിയാതെ മുത്തിമണത്ത് കൂട്ടിനാകാനായി. എന്നും ഇവർ പതറാത്ത ചുവടാ, ഇടറാത്ത പവറാ. പരിശുദ്ധ നബിയെ മറക്കാത്ത മനമാ. ഗുണമേറെ ചൊരിഞ്ഞുള്ള പാണക്കാടിൻ പ്രഭ ഗഗന വിശാലതയിലേകിയേ. മണമേറെ നിറഞ്ഞുള്ള പാലകന്റെ ശോഭ ഗുരുമുത്ത് ശിഹാബോരെ ഓർക്കുന്നേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് എന്നും പാണക്കാട് കുടുംബത്തിൽ നിന്നും പ്രകാശം തന്നുകൊണ്ട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്ത് ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അവറുകളുടെ പൊരുത്തവും ശിക്ഷണവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്ന കേരളക്കരയിലെ മലയാളികൾ ഏറെയും കച്ചവട ആവശ്യാർത്ഥവും മറ്റും വളരെ കൊല്ലങ്ങളായി സ്വന്തം നാടിലേറെ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് അവരുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതറിക്കൊടുത്ത സ്നേഹത്തിന്റെ ഒരു ഭാഗമായി KMCC എന്ന പേരിൽ ഒരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയും ഒരു പരിശ്രമവും അൽഹംദുലില്ലാഹ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നാം പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും അധികം ചുറുചുറുക്കുള്ള, ഉന്മേഷമുള്ള, ആരോഗ്യമുള്ള യുവ സുഹൃത്തുക്കളാണ്. അതൊരു 100 പേരാണുള്ളതെങ്കിൽ അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ ഈ മണ്ണിന്റെ പുറത്ത് വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങാൻ ഈ സമുദായത്തിന് സാധിക്കുന്നതാണ്.
പക്ഷെ അധികം യുവാക്കളും അത് ശ്രദ്ധിക്കുന്നില്ല, അധികം യുവാക്കളും അതിനെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഭൗതിക ലോകത്തെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന തരത്തിൽ എന്റെ പ്രിയങ്കരരായ യുവ സുഹൃത്തുക്കൾക്ക് ഒരു വഴി തെളിച്ചു കൊടുക്കുന്ന, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. ഏകദേശം 2 മണിക്കൂർ അല്ലെങ്കിൽ വൈകിയ വേളയായതുകൊണ്ട് അതിൽ കുറഞ്ഞ സമയം കൊണ്ടോ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അത് കേട്ടുകൊണ്ടൊരു വലിയ വിജയത്തിന്റെ വഴി തെളിച്ച് മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന സർവ പൈശാചികമായ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു നന്മ വിജയിച്ചു എന്ന് കണ്ടാൽ അതിന്റെ പിന്നിൽ ധാരാളം യുവ സുഹൃത്തുക്കളുടെ പരിശ്രമങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു തിന്മ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവിടെയും ഇതിന് സമാനമായി ഒരു വലിയ യുവജന വിഭാഗത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിൽ ആദ്യം പറഞ്ഞത് മാത്രമേ മരിക്കുന്നതുവരെ മുസ്ലിം സമുദായത്തിന്റെ യുവാക്കളിൽ നിന്ന് ഉണ്ടാകൂ എന്ന ഒരു ശക്തമായ തീരുമാനം ഈ വിശാലമായ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് നീയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന്റെ ഈ രാത്രിയിൽ എടുത്തുകൊണ്ട് വേണം നമുക്ക് പിരിയാൻ. കാരണം എല്ലാവരും മനസ്സുകൊണ്ട് കരുതുന്നത്, ചില യുവാക്കളൊക്കെ ഒരു 20-25 വയസ്സൊക്കെ പ്രായമായി, 27 വയസ്സൊക്കെ പ്രായമായ ചില സുഹൃത്തുക്കളൊക്കെ പറയും, ഉസ്താദേ ഇനി എത്ര വഅദ് കേട്ടാലും ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഏകദേശമുള്ള കുറെ വിലപ്പെട്ട സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്കിനി ഹിദായത്തിന്റെ വഴി ഇനി കിട്ടിയിട്ട് കാര്യമില്ല, പ്രധാനപ്പെട്ട സമയമെല്ലാം കഴിഞ്ഞു. ഞാൻ എത്രയോ പ്രസംഗം കേട്ടതാണ്, എന്റെ വീടിന്റെ അലമാര നിറച്ച് പ്രഭാഷണ സീഡികൾ അടുക്കി വെച്ചിരിക്കുന്നു, പക്ഷെ എന്റെ മനസ്സിനൊരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ മനസ്സിലേക്ക് രക്ഷപ്പെടും എന്ന് ഉള്ള ഒരു ചെറിയ ഒരു നൂൽപാലത്തിലൂടെയുള്ള ബലമെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി എനിക്ക് തരാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങളുടെ മുന്നിൽ ആദ്യം ഞാൻ പരിചയപ്പെടുത്തട്ടെ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ക്രൂരത ചെയ്ത, ഇതുപോലെ അള്ളാഹുവിന് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്ത മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. നൂറുകണക്കായ പെൺകുട്ടികളെ പിതാക്കന്മാര് പെണ്ണാണ് പിറന്നത് എന്ന ലാഘവത്തോടെ മണ്ണ് കുടിച്ചിട്ട് അതിന്റെ അകത്തേക്ക് ചോരയുടെ മണം മാറാത്ത മക്കളെ വലിച്ചെറിയുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഉമർ ബിൻ ഖത്താബ്. സർവ്വ തിന്മകളും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങുന്നത് എവിടെയാണ്? ഇന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നത് എവിടെയാണ്? ആ മക്കയിലെ ജനങ്ങൾ മുഴുവനും പറഞ്ഞത്, ഉമറിന്റെ പിതാവ് ഖത്താബ് വീട്ടിൽ വളർത്തുന്ന ഒരു കഴുത, ആ കഴുത മുസ്ലിമായാൽ പോലും, ആ കഴുത നന്നായാൽ പോലും ഉമർ നന്നാവില്ല എന്ന് പറഞ്ഞു പോയെങ്കിൽ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറയാതെ മദീനത്തിൽ നിന്ന് മടങ്ങി വരാൻ ഇന്ന് ലോകവിശ്വാസികൾക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? പരിവർത്തനം എന്ന് പറയുന്ന ഹിദായത്തിന്റെ കൊടുംകാറ്റ് പേമാരി ഏത് സമയത്താണ് മനുഷ്യന്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു മാറ്റത്തിന്റെ മാറ്റൽ കൊടുത്ത ഇസ്ലാമിന്റെ ആദർശം തന്നെയാണ് നമ്മയും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നതുപോലെ. എന്തിനേറെ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ബാംഗ്ലൂർ സലാത്ത് കുറവാ, ഇവിടെ ഉണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഏറ്റവും മോശമായ രീതിയിൽ പദ്യവും ഗദ്യവും എഴുതി ആനന്ദ നൃത്തം ചവിട്ടിയവര് പോലും അവസാനം ആ കാൽച്ചോട്ടിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഹിദായത്തിന്റെ ചിറക് വെച്ച് സ്വർഗീയ ആരാമത്തിലേക്ക് പറന്നുപോയ ചരിത്രം നമുക്കറിയാം. അപ്പോൾ പിന്നെ ഇച്ചിരിയൊക്കെ തരികട കാണിച്ച് തെറ്റുകളൊക്കെ ചെയ്ത് നടക്കുന്ന
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഹിദായത്ത് കിട്ടൂല, നമ്മൾ ഇനി രക്ഷപ്പെടൂല എന്ന തീരുമാനം വളരെ മണ്ടത്തരമാണ്. നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ബാംഗ്ലൂര് വെച്ചാണെങ്കിലും കേരളത്തിൽ വെച്ചാണെങ്കിലും ലോകത്തിന്റെ ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും മരിക്കുമ്പോ ഈമാന്റെ പവറോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ മാലാഖമാരുടെ മുത്തമേറ്റുവാങ്ങി മരിച്ചു കിടക്കാൻ ഈ സമുദായത്തിന്റെ സഹോദരങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പരിശ്രമിച്ചാൽ സാധിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിനുള്ള ഒരു ശ്രമമാണ്. അതിന് ആദ്യം എവിടെയാണ് നന്നാക്കേണ്ടത്, എവിടെയാണ് അതിന് ആദ്യം രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടത് എവിടെയാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണത്തിന്റെ വിരുമാറിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിജയത്തിന്റെ പ്രതീക്ഷ അല്ലാഹു തരുന്നതെങ്ങനെയാണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ. വസ്ത്രം വൃത്തിയാക്കുന്നവരെ, താമസിക്കുന്ന കൊട്ടാരം വൃത്തിയാക്കുന്നവരെ, ആഡംബരവും ആനന്ദവും കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അള്ളാഹുവിന്റെ നോട്ടസ്ഥലമായ ഹൃദയത്തെ നിങ്ങൾ ആദ്യം വൃത്തിയാക്കുക. അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വിജയമാണ്. വഖദ് ഖാബ മൻ ദസാഹ. അത് മോശമാക്കിയവർ വളരെ പരാജയത്തിന്റെ കുഴിയിലാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ആദ്യം ക്ലിയർ ആകേണ്ടത് അവിടെയാണ്. ഞാൻ അവിടെ യതീമക്കൾക്ക് പൈസ കൊടുത്തു, ഇവിടെ അനാഥർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, അവിടെ വികലാംഗരും മന്ദബുദ്ധികളുമായ കുട്ടികളെ ഞങ്ങൾ സഹായിച്ചു. അതൊക്കെ അൽഹംദുലില്ലാഹ് അംഗീകാരമുള്ളതാണ്. പക്ഷേ അതിനൊക്കെ 101% പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുളുമ്പുന്ന ഈമാനിന്റെ തിളക്കം അൽഹംദുലില്ലാഹ് ഉണ്ടാവണം. ധാരാളം സഹോദരിമാർ ഇവിടെയുണ്ട്. ഞാൻ സഹോദരിമാരുണ്ടാകുമെന്ന് കരുതിയില്ല. കാരണം എന്താ? ജോലിക്കൊക്കെ വരുന്നവരല്ലേ, എന്തിനാണ് ഇനി അവരെ കൂടെ കൊണ്ടുവന്ന്? പക്ഷെ അങ്ങനല്ല, ഇപ്പൊ കുടുംബജീവിതത്തിലെ സ്നേഹമൊക്കെ വെച്ചിട്ട് വലിയ കൂടൂല. അപ്പൊ അതുകൊണ്ട് വൈഫ് ഇല്ലാതെ എന്ത് സന്തോഷം ബാക്കവിയതാണ് അല്ലെ? അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് എല്ലാവരും, അതുകൊണ്ടൊന്നുമല്ല അവരെവിടെ കിടക്കാൻ സമ്മതിക്കൂല, നിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ബഹളം വയ്ക്കുന്നതുകൊണ്ട് കൊണ്ടുവരിക. ഒരുപാട് പേരുണ്ട്. അള്ളാഹു താല കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരട്ടെ. അതൊരു നല്ല ആനന്ദമാണ്. ഞാൻ അബുദാബിയിൽ പരിപാടിക്ക് പോയപ്പോൾ കണ്ടു, 17 കൊല്ലമായി ഭാര്യയും മക്കളെയും കാണാത്തൊരു സഹോദരനെ കണ്ടു. അള്ളാഹു ആ സഹോദരന് ക്ഷമയും സഹനശേഷിയും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. 17 വർഷമായി തന്റെ മക്കളെ കണ്ടിട്ട്. ലീവ് അനുവദിച്ച് കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല, കാര്യങ്ങൾ ഏകദേശമൊക്കെ റെഡിയായി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വിപത്ത് നാട്ടിലുണ്ടാകുന്നു. അപ്പൊ അതിന് സാമ്പത്തിക സഹായം വരുമ്പോൾ വീണ്ടും ആ 2 മാസം കൂടെ നാട്ടിൽ പിന്നെ വിദേശത്ത് നിന്നാൽ എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും അവിടെ നിൽക്കാൻ. അങ്ങനെ നിന്ന് ഇപ്പൊ ഉമ്മാക്ക് ക്യാൻസറാണ്. 7 കൊല്ലം കൊണ്ട് ക്യാൻസർ ബാധിച്ച മാതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം മക്കളെ പോലും കാണാതെ വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ധാരാളം പേരുണ്ട്. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗകര്യം പോലെ നമ്മുടെ നാട്ടിൽ പോകാൻ, വീട്ടിൽ പോകാൻ, നമ്മുടെ കുടുംബത്തെ നോക്കാൻ ഒക്കെ സാധിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, പ്രത്യേകിച്ച് ഇവിടത്തെ ചില കാലികമായ അന്തരീക്ഷങ്ങൾ വളരെ മ്ലേച്ഛമാണ്. നമ്മുടെ മക്കൾക്ക് ജീവിക്കുന്നതിന് വളരെ പ്രയാസമാണ്. പൈശാചികമായ ചിന്തകൾ കടന്നു വരുന്നതിന് ഏറെ സാധ്യതകളുള്ള സമയങ്ങളെ കബറടക്കിയിട്ട് ഈമാനോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് തീരുമാനിക്കണം, അള്ളാഹു അനുഗ്രഹിച്ചതെന്ന സമുദായത്തിന്റെ യുവത്വത്തെ വഴിയിൽ ചവിട്ടിത്തേക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കൂല. പിശാചിന് കൊണ്ടുപോകാൻ ഞങ്ങൾ നിന്നുകൊടുക്കൂല. കള്ളിനും കഞ്ചാവിനും പെണ്ണിനും മണ്ണിനും വേണ്ടി തമ്മിൽ അടികൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂലേറെ ഇഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തിന്റെ പവറുള്ള സമയത്തെ പാഴാക്കാൻ ഞങ്ങൾ തയ്യാറല്ല.
വഅശബാബിഹി ഫീമാ അഫ്നാ. അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടി നിർത്തുമ്പോൾ അല്ലാഹു തന്ന ആരോഗ്യമുള്ള, അല്ലാഹു തന്ന പവറുള്ള സമയത്ത് എന്തിന് ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഒരു സെക്കൻഡ് പോലും പാഴാക്കാറ് നിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചെന്ന് പറയുന്ന പാതിരാ സമയത്ത് എത്രയോ ചെറുപ്പക്കാര് പൂരപ്പറമ്പിലും സിനിമാ തിയേറ്ററിലുമൊക്കെ സന്തോഷിക്കുമ്പോഴും കൈയടിക്കുമ്പോഴുമെല്ലാം എന്റെ പള്ളിക്കകത്ത്, എന്റെ റൂമിന്റെ അകത്ത് മുസല്ലയിലിരുന്നു കൊണ്ട് ഖുർആനോദി കരയാൻ സമയം ചെലവഴിച്ചവനാണ്. കോടിക്കണക്കിന് സ്വലാത്തിന്റെ പുന്നാര നബിതങ്ങൾക്ക് ചൊല്ലിയവനാണെന്ന് രക്തത്തിളപ്പുള്ള പ്രായത്തിൽ അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് എന്റെ ആരോഗ്യം മാറ്റിവെച്ചവനാണെന്ന് പറയാൻ എന്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾക്ക് സാധിക്കണം. അവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്തവരാണ്, അവരെ സന്തോഷത്തോടെ നോക്കിയവരാണ്, അവരെ ആവശ്യങ്ങൾ ചെയ്തു കൊടുത്തവരാണെന്ന് അല്ലാഹുവിനോട് അവകാശത്തോടെ പറയാൻ ഈ ഇരിക്കുന്ന സഹോദരിമാർക്കും സാധിക്കണം. അതിന് കൽബിലാണ് ആദ്യം നമ്മുടെ ഹിദായത്തും ഈമാനും വരേണ്ടത്. പുറമേ വന്നിട്ട് കാര്യമില്ല. പുറമേ വന്നിട്ട് ധാരാളം പേരുണ്ട്. പുറമേ വന്നവർ മദീനത്ത് പോയി സലാം പറഞ്ഞാൽ അല്ലാഹു റസൂൽ സലാം മടക്കൂല. കൽബിൽ ഈമാൻ ഉറച്ചവര് പോയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഉമർ ഖാദി പോയപ്പോൾ ചരിത്രമുണ്ടായത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ റൗള ശരീഫിന്റെ കവാടം തുറന്നു കൊടുത്തത് ഹൃദയം ഇളക്കി മദീനത്ത് ഇട്ടുകൊടുത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ മദീനത്ത് പോയിട്ട് റൗള ശരീഫിന്റെ അടുത്തോട് ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തേ അല്ലേ, ജന്നത്തുൽ ബക്കിയിൽ ഇരുന്നിട്ടും കിടന്നിട്ടും ഒരു ഫോട്ടോ, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വാപ്പാന്റെ കൂടെ ചേർത്ത് വീട്ടിന്റെ ഹോളിൽ അങ്ങ് വെച്ചാൽ മതി, മലക്കൾ മൊത്തം വന്ന് എനിക്ക് മുത്തം തരുമെന്നാണ് എന്റെ വിചാരം. നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവം നമ്മൾ കാണിച്ചിട്ടേ വരും. മക്കത്ത് പോയാലും ശരി, മദീനത്ത് പോയാലും ശരി. അതിനൊക്കെ ഒരു വലിയ മാറ്റം വേണം. ഫോട്ടോ എടുക്കാനും കറങ്ങാനുമല്ല മക്കയും മദീനയും. അള്ളാഹു വീണ്ടും വീണ്ടും അവിടെ പോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്റെ പ്രഭാഷണ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ പേരെയും അവരുടെ കണ്ണടയുന്നതിന് മുമ്പ് മദീനത്തും മക്കത്തും എത്തിക്കുക. എത്ര ചെറുപ്പക്കാർ പോയി എന്നറിയോ? സന്തോഷം തോന്നിപ്പോയി. ഉമ്മാടെ മുടിക്കുത്തിനെ പിടിച്ച് ചെവറിലിടിച്ചു പോയ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഓട്ടോ ഡ്രൈവറാണ്. ഇന്ന് ആ സഹോദരൻ ഓട്ടോ ഓടിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ചെറിയ ഒരു ടിന്നുണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് വെക്കാൻ. ആ ഉമ്മ, ഞാനവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ റൂമിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ മോൻ ചെയ്യാത്ത തെമ്മാടിത്തരങ്ങളില്ലായിരുന്നു, പക്ഷേ ഇന്നവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെയും കൊണ്ട് മദീനത്ത് പോകണമെന്നാണ്. ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന കാശിൽ നിന്ന് ഒരു വിഹിതം ഒരു ചെറിയ ടിന്നിനകത്തിട്ട് വെച്ചിരിക്കുന്നു എന്നെ കൊണ്ടുപോകാൻ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പൊന്നുമകനും തൊപ്പി തലയിലിട്ടുകൊണ്ട് ഓട്ടോ ഓടിക്കുന്നു, സലാത്ത് ചെല്ലുന്നു. രാത്രി വന്നാൽ പഴയകാലത്ത് അവനുള്ള ഒരു ദുശ്ശീലങ്ങളുമില്ല. അവൻ നിസ്കരിക്കുന്നു, ദുആ ചെയ്യുമ്പോ കരയുന്നു, വല്ലപ്പോഴും ഖുർആൻ ഓതുന്നു, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു പരിവർത്തനം സഹോദരങ്ങളെ നമ്മുടെ സമുദായത്തിന്റെ സഹോദരങ്ങൾക്ക് നിർബന്ധമാണ്. അൽഹംദുലില്ലാഹ്, അതിൽ ഭാഗവാക്കാകാൻ ബാംഗ്ലൂർ പരിസരത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ യുവ സുഹൃത്തുക്കളെ ഈ ഉപദേശത്തിന്റെ സമയങ്ങളിലൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹൃദയമെന്ന് പറയുന്നത് 4 രീതിയിലാണ്. അള്ളാഹു മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഹൃദയമെന്ന് പറയുന്നത് 4 തരത്തിലാണ്. അതിലൊന്നാമത്തത് അൽ ഖുലൂബ് അർബഅത്തിന്, ഹൃദയമെന്ന് പറയുന്നത് 4 രീതിയാണ്. അതിലൊന്നാമത്തത് ഖൽബുൻ നജ്റദു. ഒന്നാമത്തത് വെളിച്ചം പരത്തുന്ന ഹൃദയമാണ്. വെളിച്ചം പരത്തുന്ന ഹൃദയം ഒന്നാമത്തെ ഹൃദയം. ആ ഹൃദയമായാൽ അൽഹംദുലില്ലാഹ് 4ൽ ഏറ്റവും നല്ല മാർക്ക് ഒന്നാമത്തെ ഹൃദയത്തിന്. വെളിച്ചം പകരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും. അതിന് പാണക്കാട് കുടുംബം പോലെ ഒരു കുടുംബം ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്റെ സഹോദരങ്ങളെ? അള്ളാഹു അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് അടുത്ത് ചെന്നിരുന്നാൽ, ഈ പാണക്കാട് ഹൈദർലി തങ്ങൾ ശിഹാബ് തങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ രോഗം പറഞ്ഞുകൊണ്ട് പോയാൽ അവരെന്താണ് ചെയ്തു കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒന്നും ചെയ്യൂല. ഒരു പേന അങ്ങോട്ട് എടുക്കും, ഒരു ചെറിയ പേപ്പറിനകത്ത് 2 വര വരച്ചിട്ട് പോക്കറ്റ് വെച്ചോളാൻ പറയും. ദുബായിലെ ലൈസൻസ് കിട്ടും, രോഗം മാറും. ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് പ്രകാശം പരത്തുന്ന ഒരു വരയാണ്. നമ്മൾ വീട്ടിൽ പോയി 200 പേജ് ബുക്കിൽ അങ്ങനെ വരച്ചാലും ഒരു ബലാ മുസീബത്തും മാറൂല. പേനയുടെ മഷി തീരുന്നത് തന്നെ വെച്ച്
അവർക്ക് പ്രകാശം പരത്തുന്ന ഹൃദയമാണ്, പ്രകാശം പരത്തുന്ന മുഖമാണ്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യമുള്ള വഴിയിലെ തെളിച്ചമാണ് ആ കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വിഭാഗത്തിന്റെ ഹൃദയം മുഴുവനും അവർക്കുള്ളതാണ്. പക്ഷെ നമുക്കും ആ ഹൃദയം